പകൽ മുഴുവൻ കറങ്ങി നടന്ന് രാത്രിയിൽ മോഷണം നടത്തുന്ന പ്രതി പിടിയിൽ. കീഴ്മാട് ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കാസർഗോഡ് സ്വദേശി അബ്ദുൾ നസീറിനെയാണ് ആലുവ പോലീസ് പിടികൂടിയത്. ആലുവ പവർ ഹൗസ് ജംഗ്ഷന് സമീപമുള്ള ജീനോ എന്ന ആളുടെ ബുള്ളറ്റാണ് പ്രതി മോഷ്ടിച്ചത്. പകൽ കറങ്ങി നടന്ന് ബുള്ളറ്റ് കണ്ടുവയ്ക്കും, രാത്രി മോഷണം. കീഴ്മാട് ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കാസർഗോഡ് നീർച്ചാൽ ഭാഗത്ത് ടിപ്പു മൻസിൽ അബ്ദുൾ നസീറാണ് ആലുവ പോലീസിന്റെ പിടിയിലായത്. ആലുവ പവർ ഹൗസ് ജംഗ്ഷന് സമീപത്ത് ജീനോ എന്നയാളുടെ ബുള്ളറ്റ് വീട്ടുമുറ്റത്ത് നിന്നുമാണ് കാണാതായത്. തുടർന്ന് ആലുവ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഓൺലൈൻ ഫുഡ് ഡെലിവറി ജോലി ചെയ്യുന്ന ഇയാൾ പകൽ ഇടവഴികളും വീടും മറ്റും മനസ്സിലാക്കി രാത്രിയിൽ കുടുംബമായി കറങ്ങുന്നതാണ് രീതി. പുലർച്ചെ നസീർ കുടുംബസമേതം മറ്റൊരു ആക്റ്റീവ സ്കൂട്ടറിലാണ് ആലുവ ടൗൺ ഭാഗത്തെത്തിയത്. പിന്നീട് ഇയാൾ സ്കൂട്ടർ ടൗൺ ഭാഗത്ത് ഒളിപ്പിച്ചതിനു ശേഷം കുടുംബത്തെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിർത്തുകയും ബുള്ളറ്റ് മോഷ്ടിച്ച് തിരികെ എത്തി ഇവരെയും കയറ്റി പോവുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. പകൽ തിരികെ എത്തി ഇയാളുടെ സ്കൂട്ടറും കൊണ്ടുപോയി. പിന്നീട് കോയമ്പത്തൂരിലേക്ക് കടന്നു. 25-ന് മുപ്പത്തടം ഭാഗത്ത് അടുത്ത മോഷണത്തിനായി കറങ്ങി നടക്കുന്ന സമയത്താണ് നസീറിനെ പോലീസ് പിടികൂടിയത്. മോഷണം പോയ ബുള്ളറ്റും പോലീസ് കണ്ടെടുത്തു. സോഷ്യൽ മീഡിയയിലെ പരസ്യം കണ്ട് 2 വീലറുകൾ വാടകയ്ക്കെടുത്ത് ഉടമറിയാതെ മറിച്ച് വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ചിരുന്ന മറ്റൊരു ബുള്ളറ്റും ആക്റ്റീവയും പോലീസ് പിടികൂടി. ആലുവ ഡിവൈഎസ്പി TR രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ MM മഞ്ജുദാസ്, SI-മാരായ K നന്ദകുമാർ, SS ശ്രീലാൽ, CPO-മാരായ മാഹിൻ ഷാ അബൂബക്കർ, മുഹമ്മദ് അമീർ, KM മനോജ്, PA നൌഫൽ തുടങ്ങിയവരാണ് ഉണ്ടായിരുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.